നിങ്ങളെപ്പറ്റി മുഴുവൻ സമയവും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സൈനാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണണം എന്നാഗ്രഹിക്കും. മീറ്റ് ചെയ്യണമെന്ന തോന്നൽ 24/7 ഉണ്ടാവും. ഈ വ്യക്തിയെക്കുറിച്ചായിരിക്കും ഏത് സമയം ചിന്തിക്കുന്നുണ്ടാവുക. ജോലി ചെയ്യുന്ന സമയത്തും മറ്റെന്തെങ്കിലും വർക്കിലേർപ്പെടുന്ന സമയത്തും ഒക്കെ അയാൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അയാളെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിക്കുക. മനസ്സിൽ നല്ലൊരു മിസ്സിംഗ് ഫീൽ വരും. ഡേ ടൈമിലോ രാത്രിയിലോ ആവട്ടെ, സ്വപ്നത്തിൽ അവർ പ്രത്യക്ഷപ്പെടുക, ഹാപ്പിയായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും അതൊരു സൈനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എനർജി സെൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങളിലോട്ട് എത്തുകയും നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ സാധിക്കുകയും ആ ഒരു പോസിറ്റീവ് എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുക, നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നല്ല പോസിറ്റീവ് എനർജിയിലാണ് എങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഒരു വ്യക്തി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതുകൊണ്ടോ ടെക്നിക്സ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്തതുകൊണ്ടോ ഇതൊന്നും അറിയാതെ ചിലപ്പോൾ അവരിങ്ങനെ നിങ്ങളെ ഇഷ്ടമായിരിക്കും, നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള നല്ല സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ മനസ്സിലിങ്ങനെ കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം. അല്ലാതെ അവർ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിച്ചതുകൊണ്ടാണ് എന്ന് 100% നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സ്വപ്നം കാണുന്നത് കൊണ്ട് വൈബ്രേഷൻ നിങ്ങളിലോട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അതാണെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീടൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് വേണ്ടപ്പെട്ട ആൾ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നയാൾ എന്തെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ നിങ്ങൾക്ക് അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഭൗതികമായിട്ട് അവരവിടെ ഉണ്ട് എന്ന തോന്നലുണ്ടാവും. ആ തോന്നൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ സ്മെല്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അവരുടെ ബോഡിക്കൊരു സ്മെല്ലുണ്ടാവും. അതല്ലെങ്കിൽ പണ്ട് തൊട്ടേ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ തുമ്മുമ്പോൾ നമ്മളെപ്പറ്റി ആരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. അകാരണമായി തുമ്മുന്നതും ജലദോഷം വേറെ കാരണങ്ങളോ ഇല്ലാതെ തുമ്മുന്നതും സ്ഥിരമായി നിങ്ങളൊരാളെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം ചിന്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയുന്ന ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കാമുകനോ കാമുകിയോ ആവാം, ഭാര്യയോ ഭർത്താവോ ഫ്രണ്ട്സോ ആവാം, നിങ്ങളുടെ ബോസാവാം. നിങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് നല്ലതോ ചീത്തയോ പറയുന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ശരീരത്തിൽ ചില ലക്ഷണങ്ങളുണ്ടാവും. ആ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.